ലോകത്തിന് പല അഭിപ്രായങ്ങളുണ്ടായിരിക്കാം, സംസ്കാരങ്ങൾക്ക് പല അഭിപ്രായങ്ങളുണ്ടായിരിക്കാം, പലവിധമാകുന്ന മതസംഘടനകൾക്കും പല അഭിപ്രായങ്ങളുണ്ടായിരിക്കാം. വർഷങ്ങൾ കൊണ്ട് മാറ്റാൻ കഴിയാത്ത എന്റെ രോഗം എടുത്തു മാറ്റിയത് ജീവിക്കുന്ന യേശുവായിരുന്നു. ഇന്ന് ഞാൻ ആ അഭിപ്രായങ്ങളുടെ പിന്നാലെ പോകത്തില്ല, എന്നെ വിടുവിച്ച യേശുവിന്റെ പിന്നാലെ പോകുമെന്നൊരു തീരുമാനമെടുത്ത ബോയ്സ് ഹോസ്റ്റലിലെ വാർഡനുമായിട്ട് കണ്ട് കുറച്ച് നേരം സംസാരിക്കാൻ ദൈവം ഒരു അവസരം നൽകി. അദ്ദേഹവും ഇതുപോലെ ആത്മാവിലും സത്യത്തിൽ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ്. പാരമ്പര്യമായ രീതിയിൽ ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി. പക്ഷേ പിൽക്കാലത്ത് താൻ ദൈവത്തിൻ്റെതായിട്ടുള്ള ശക്തിയെ, ജീവിക്കുന്ന ദൈവത്തെ താൻ തിരിച്ചറിയുകയും നമ്മളെപ്പോലെ തന്നെ ആത്മാവിലും സത്യത്തിൽ ആരാധിക്കുന്ന ഒരു സഭയിൽ നാളുകൾ കടന്നു പോകുന്നു. അദ്ദേഹം എന്നോട് ഷെയർ ചെയ്ത ഒരു ഭാഗം എങ്ങനെയാണ്, താൻ വിശ്വാസത്തിലേക്ക് കടന്നു വന്നപ്പോൾ, അല്ലെങ്കിൽ താൻ വിശ്വാസിയാണ്, ഓൾറെഡി ജന്മന താൻ സൺഡേ സ്കൂളിലും എല്ലാം പോയിക്കൊണ്ടിരുന്ന ഒരു വിശ്വാസിയാണ്. പക്ഷേ ദൈവം ജീവിക്കുന്നവനാണ്, ദൈവം പ്രവർത്തിക്കുന്നവനാണ്, ഇത് തനിക്കറിയത്തില്ലായിരുന്നു. തനിക്കറിയാവുന്നുള്ള ദൈവം എന്നത് മനപ്പാഠവാക്യം കാണാതെ പഠിക്കുമ്പോൾ അതിനകത്ത് വായിച്ച ദൈവം, കഥ പഠിച്ചപ്പോൾ, കഥാപ്രസംഗം പഠിച്ചപ്പോൾ, പാട്ട് പഠിച്ചപ്പോൾ അതിനകത്തൊക്കെ കണ്ട ദൈവത്തെ മാത്രമേ അറിയാത്തുള്ളൂ. ജീവിക്കുന്ന ദൈവം, പ്രവർത്തിക്കുന്ന ദൈവം, ഇത് തനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിരുന്നു തന്നെ രക്ഷകയിലേക്ക് കൊണ്ടുവരണമെന്നുള്ളത്. അങ്ങനെ തന്നിന്ന് ജീവിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തി. അപ്പോൾ ഈ പ്രകാരം ഒരു ട്രാൻസിഷൻ തൻ്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ തനിങ്ങനെ എന്നോട് പറഞ്ഞത്, പലരും തൻ്റെ വീട്ടിൽ കയറി ഇറങ്ങി, അവിടെ പോകരുത്, അങ്ങനെയല്ല ആരാധന, ഇങ്ങനെയല്ല പ്രാർത്ഥന, അതല്ല ഇതല്ല എന്നൊക്കെ പറഞ്ഞ് തൻ്റെ വിശ്വാസത്തിൽ നിന്ന്, താൻ അനുഭവിച്ച ദൈവശക്തി, താൻ അനുഭവിച്ച ദൈവിക സമാധാനം, താൻ നേടിയെടുത്ത ദൈവത്തിൻ്റെതായിട്ടുള്ള സ്നേഹം, കൃപ, ഇതിനൊക്കെ തന്നെ പിന്മാറ്റുവാനായിട്ട് ബുദ്ധി കൊണ്ട്, ജ്ഞാനം കൊണ്ട്, മനുഷ്യൻ്റെ ജ്ഞാനം കൊണ്ട് തന്നെ പലരും പിന്മാറ്റുവാനായി ശ്രമിച്ചപ്പോഴും തനിങ്ങനെയാണ് എന്നോട് പറഞ്ഞത്. ഞാൻ അവരെല്ലാവരോടും ചോദിച്ചൊന്നുണ്ട്, വർഷങ്ങൾ കൊണ്ട് ഞാനൊരു ആസ്മ രോഗിയായിരുന്നു, എനിക്കൊരു ഇൻഹേലർ ഇല്ലാതെ ജീവിക്കാനായി കഴിയില്ലായിരുന്നു. പക്ഷേ അങ്ങനെ ഇരിക്കുന്ന ഒരു സ്ഥാനത്തിൽ നിന്ന് എനിക്ക് സൗഖ്യം നൽകിയത് ഒരു ലോകത്തിൻ്റെ ജ്ഞാനമോ ഒരു മെഡിക്കൽ സയൻസോ ഒരു ഗുളികയല്ലായിരുന്നു. അതിലുപരിയായി വർഷങ്ങൾ കൊണ്ട് മാറ്റാൻ കഴിയാത്ത എൻ്റെ രോഗം എടുത്തു മാറ്റിയത് ജീവിക്കുന്ന യേശുവായിരുന്നു. അങ്ങനെയെങ്കിൽ ലോകത്തിന് പല അഭിപ്രായങ്ങളുണ്ടായിരിക്കാം, സംസ്കാരങ്ങൾക്ക് പല അഭിപ്രായങ്ങളുണ്ടായിരിക്കാം, പലവിധമാകുന്ന മതസംഘടനകൾക്കും ആ സംഘടനയിലുള്ള വ്യക്തി ജീവിതങ്ങൾക്കും പല അഭിപ്രായങ്ങളുണ്ടായിരിക്കാം. പക്ഷെ ഇന്ന് ഞാൻ ആ അഭിപ്രായങ്ങളുടെ പിന്നാലെ പോകത്തില്ല, എന്നെ വിടുവിച്ച യേശുവിൻ്റെ പിന്നാലെ പോകുമെന്നൊരു തീരുമാനമെടുത്ത ആ തൻ്റെ അനുഭവ സാക്ഷ്യം എന്നോട് ഷെയർ ചെയ്തപ്പോൾ ഞാനും മനസ്സിലാക്കുന്നുണ്ട്. അവൻ കഴിഞ്ഞ വർഷം നവംബർ മാസത്തിൽ ഞാനും എടുത്തൊരു തീരുമാനമുണ്ട്. ലോകം പലതും പറയുക, അവൻ മീഡിയ പലതും പറയുക, വ്യക്തികൾ പലതും പറയുക, നമ്മുടെ ബന്ധുക്കൾ പലതും പറയുക, അവൻ നമ്മുടെ കൂട്ടുകാർ നമ്മുടെ പലതും പറയും, നമ്മുടെ ഹൃദയം പോലും നമ്മളോട് പലതും പറയും. പക്ഷെ മറക്കാതെ ഓർത്തിരിക്കേണ്ട ഒന്നുണ്ട്, നമ്മെ വീണ്ടെടുത്ത്, നമ്മെ വിടുവിച്ച്, നമുക്ക് സ്വാതന്ത്ര്യം നൽകിയ, നമ്മെ രക്ഷിച്ച, ഇന്ന് നമ്മളെ സൗഖ്യപ്പെടുത്തി വിടുവിച്ച് അനുഗ്രഹിച്ചു നിർത്തിയിരിക്കുന്ന യേശുവിനെ മറക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം വചനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായി കഴിയുന്നു, വചനത്തിൽ തന്നെ വ്യക്തമായി പറയുന്നു, മനുഷ്യൻ്റെതായിട്ടുള്ള ബുദ്ധി എന്നത് ഭോഷത്വമുള്ളതെന്നാണ്. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ജ്ഞാനമില്ലാത്തതിന്, ഭോഷത്വമുള്ളതിനെ തിരഞ്ഞെടുത്തു എന്ന് വചനം പഠിപ്പിക്കുന്നത്. അതിന്റെ അർത്ഥം ഇപ്രകാരമാണ്, ഇന്ന് നമ്മൾ ഭയങ്കര ജ്ഞാനമുള്ളവരെന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം, ദൈവത്തിന് മുൻപാകെ അതൊരു ഭോഷത്വമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് അറിവ് കൊണ്ട് നമുക്ക് യാതൊന്നും നേടുവാനേ കഴിയില്ല. ദൈവമക്കളെ മനസ്സിലാക്കുക, മനുഷ്യന്റെ ജ്ഞാനത്തെക്കാളും വലുതാണ് ദൈവത്തിന്റെ ജ്ഞാനം, അത് മറക്കരുത്. ഹല്ലേലൂയ. മനുഷ്യന് പ്രപഞ്ചത്തെ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല, മനുഷ്യന് ജീവനെ സൃഷ്ടിക്കാനേ കഴിഞ്ഞില്ല, മനുഷ്യന് ഈ കാണുന്ന മനോഹരമായ ഭൂമിയെ സൃഷ്ടിക്കാനേ കഴിഞ്ഞില്ല. പക്ഷെ മനുഷ്യന്റെ ബുദ്ധിക്കോ കഴിവുകൾക്കോ ചെയ്യാനേ കഴിയാത്ത ഇതെല്ലാം ചെയ്ത ഒരുവനുണ്ട്. യാവയാകുന്ന ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഞാൻ പ്രസംഗിക്കുന്ന ദൈവം, ആ ദൈവത്തിന്റെ ബുദ്ധി, ആ ദൈവത്തിന്റെ പ്രവൃത്തികൾ എപ്പോഴും മനുഷ്യന്റെ ചിന്താഗതികൾക്കും അപ്പുറമുള്ളതൊത്രേ. അത് മറന്നു പോകരുത്, അത് മറന്നു പോകരുത്. ചില ദൈവപ്രവൃത്തികൾ നമുക്ക് കേൾക്കുമ്പോൾ ഭോഷത്വമുള്ളതായി തോന്നിയെന്ന് വരാം. പക്ഷേ മറക്കരുത്, അവൻ മനുഷ്യന്റെ ബുദ്ധിക്ക് ദൈവത്തിന്റെ പ്രവൃത്തികൾ ഭോഷത്വമുള്ളതായി തോന്നുമായിരിക്കാം, പക്ഷേ അതാണ് സത്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നു, നമുക്ക് തോന്നും എന്താണ്, നമ്മുടെ ബുദ്ധിയാണ് ശരി. പക്ഷെ ദൈവത്തിന്റെ വചനം പറയുന്നു, ആമേൻ, ലോകത്തിന്റെ ബുദ്ധിയുള്ളത് ഏറ്റവും വലിയ ഭോഷത്വമാണ്. ഹല്ലേലൂയ. ദൈവത്തെ വിശ്വസിച്ച് ഇറങ്ങി തിരിച്ച ഏതെങ്കിലും വ്യക്തിയുണ്ടോ, അവരെയൊക്കെ ദൈവം അതിശക്തമായി പ്രയോജനപ്പെടുത്തിയ ചരിത്രങ്ങളേ ഉള്ളൂ. യേശുവിൻ്റെതായിട്ടുള്ള ശിഷ്യന്മാരെ പരിശോധിക്കും. പത്രോസ് എന്തറിയാവന്? ഒന്നും അറിഞ്ഞൂടായിരുന്നു. അന്ത്രയോസ് അവൻ എന്തറിയായിരുന്നു? ഒന്നും അറിയത്തില്ലായിരുന്നു. പൗലോസ് എന്ന് പറയുമ്പോൾ ദൈവത്തിന് വിപരീതമായി ജ്ഞാനത്തിന്റെ പിന്നാലെ ഓടിയ ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ
ആ ശൗലിനെ ദൈവം അവൻ ഒന്നുമില്ലാത്തവനാക്കി. നിന്റെ ജ്ഞാനം എന്നത് ബിഗ് സീറോയാ, നിന്റെ കഴിവുകൾ എന്നത് ബിഗ് സീറോയാ, നീ നേടിയെടുത്ത സകലതും ബിഗ് സീറോ എന്ന് പറഞ്ഞ് സീറോയിൽ നിന്ന് ശൗലിനെ ദൈവം ഒരു പൗലോസാക്കി മാറ്റുവാനിടയായി തീർന്നു. മറക്കരുത് ആ ദൈവത്തെ. ഹല്ലേലൂയ. മറക്കരുത് ജീവനുള്ള ദൈവത്തെ, മറക്കരുത് പ്രവർത്തിക്കുന്ന ദൈവത്തെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചെറിയൊരു ചിന്ത ഞാനിവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക.